ഏഞ്ചൽസ് എന്ന ചിത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാനായി നമ്മുടെ കൂടെ അതിൻ്റെ ഡയറക്ടർ ജീൻ മാർക്കോസും അതുപോലെ തന്നെ മലയാളത്തിന് പുതുമുഖമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോൾ അതിൽ ചെയ്തിട്ടുള്ള ചന്ദ്രമൗലി നമ്മുടെ കൂടെയുണ്ട്. സോ വെൽക്കം ടു ദ ഷോ. സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സോ എന്താണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഏഞ്ചൽസ് ഒരു സോഷ്യൽ ത്രില്ലർ അങ്ങനൊരു ജോണറിൽ പെടുത്താവുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കഥയുടെ തുടക്കം തന്നെ വരുന്നത് ഒരു 3 years ബാക്ക് ഒരു ഡിസ്കഷൻ്റെ മേലുണ്ടായതാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഇരുന്ന് അത് വർക്ക് ചെയ്ത് കുറച്ച് ഡെവലപ്പ് ചെയ്തു. ഇതിൽ ഹമീം ഹൈദർ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഇന്ദ്രജിത്തിൻ്റെ അദ്ദേഹമായിട്ട് വളരെ അടുത്ത പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നീട് ഈ പ്രോജക്റ്റിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്തത്. ആക്ച്വലി അതിൻ്റെ ഒരു ത്രെഡ് ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ ഇന്ദ്രനത് വളരെ ഇഷ്ടപ്പെടുകയും പിന്നീട് ഞങ്ങളത് ഒരു തിരക്കഥാ രൂപത്തിലാക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനൊരു കുറേ സമയമെടുത്തു, ഏകദേശം 1 വർഷത്തോളം സമയമെടുത്തു അതൊന്ന് പൂർത്തിയാക്കാനായിട്ട്. അതിനുശേഷമാണ് ഏഞ്ചൽസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഏഞ്ചൽസ് ഇവിടം വരെ വന്ന് നിൽക്കുന്നു. നമുക്കിനി ഒരു പുതിയ ആളെ പരിചയപ്പെടാം. സോ എങ്ങനെയാണ് can you give your introduction? ഒരു ബ്രീഫ് ആയിട്ട് എന്താണ് ലക്ഷ്മി ചന്ദ്രമൗലി എന്നുള്ളതൊന്ന് പറയാമോ? So I'm basically from Madras, from Chennai. So mother tongue Tamil ana. So I've been wanting to do Malayalam films for a long time. Back in Chennai, I'm a theatre actor and a film actor as well. So I've been wanting to do Malayalam for a long time. So I spoke to Mr. Indrajit about this and I said I wanted to do a role, and it just so happened that when I spoke to him this role had just opened up. So my director had called me, so I came down. Everything happened really fast. I came down, met him, and then I just came to meet him for the role, and I was going to go back that day. He said, can you stay back tomorrow, we have to start shoot. I was like, what? I mean so stayed back and immediately started shooting. So that's how this movie happened for me. അതുപോലെ ഈ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പം ആദ്യമേ മനസ്സിൽ ഇന്ദ്രജിത്ത് എന്നൊരു നായകനെ കണ്ടിട്ടാണോ ഈ ഫുൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്? ആദ്യം ഈ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് വന്നത്. ഒന്ന് ഹമീം ഹൈദർ എന്ന് പറയുന്ന ഇന്ദ്രൻ ചെയ്യുന്ന ക്യാരക്ടറും, രണ്ടാമത്തേത് ജോയ് മാത്യു ചെയ്യുന്ന ഫാദർ വർഗീസ് പുണ്യാളൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇവർ രണ്ടുപേരും എനിക്ക് കഥയുടെ ഒരു ഡിസ്കഷൻ വന്ന് അതിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഇന്ദ്രനെ ഓൾറെഡി മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്ദ്രൻ ഇസ് ഓൾറെഡി ദെയർ. പക്ഷെ പിന്നീട് എൻ്റെ മനസ്സിലേക്ക് ഒരു ക്യാരക്ടർ ഫോർമേഷൻ വന്നത് ജോയ് ചേട്ടനാണ്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫാദർ വർഗീസ് പുണ്യാളൻ്റെ രൂപവും ഭാവവും എല്ലാം ഒത്തിണങ്ങിയ ഒരു നടൻ എന്ന് പറയാവുന്നത് ജോയ് മാത്യു ആണെന്ന് തോന്നി. പക്ഷേ വേറെ ഒരുപാട് ഓപ്ഷൻസും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ജോയേട്ടൻ്റെ പ്ലാൻ എന്നുള്ളത് അതിവിടെ തന്നെ ചെന്ന് നിൽക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ മൂന്നാമത്തെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആശ ശരത്തിൻ്റെ ഹരിത മേനോൻ എന്ന ക്യാരക്ടർ, ഞാൻ ഹരിത മേനോനെ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ആശ ശരത്തായിരുന്നു മൈൻഡിൽ. കാരണം ഇന്ന് നിലവിലുള്ള നായികമാരിൽ നിന്നൊക്കെ വളരെ കുറച്ച് മെച്യൂർഡായിട്ടുള്ള കുറച്ച് സീനിയറായിട്ടുള്ള ഒരു നല്ല ആർട്ടിസ്റ്റാണ് ആശ ശരത്ത്. മാത്രമല്ല ഇതിൽ ഹരിത മേനോൻ ഒരു ചാനലിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ കം പ്രസൻറ്ററാണ്. അപ്പം അവരുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോ ഒരു ചാനലിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തി ആശ ശരത്താണെന്ന് തോന്നി. അത് സിനിമ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആശ എത്രത്തോളം എഫേർട്ട് എടുത്താണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ലക്ഷ്മിയുടെ റോൾ എന്നുള്ളത് അറിയാം. വാട്ട് ഈസ് യുവർ റോൾ? I play the hero Hamim Haidar's wife. My character's name is Zaina Hamim. So I play a character, a working woman, but because സൈനയുടെ ക്യാരക്ടറിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രസക്തി എന്ന് പറയുന്നത് ഹമീം ഹൈദറിലാണ് ഈ സിനിമയുടെ കഥ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കുമോ, അപ്പോൾ ആ തിരിച്ചുവരവിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സൈന എന്ന് പറയുന്ന ഹമീം ഹൈദറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ഹമീമിനെ തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന സ്ട്രഗിളൊക്കെയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഹമീമിനോടൊപ്പം നിൽക്കുന്ന സൈന എന്ന് പറയുന്ന കഥാപാത്രം. മാത്രമല്ല സൈന ഒരു എൻജോയിൽ വർക്ക് ചെയ്യുന്നൊരു ക്യാരക്ടർ കൂടിയാണ്, സോഷ്യൽ സർവീസിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനൊരു ക്യാരക്ടറാണ് സൈനയുടേത്.
ഈ സിനിമയിൽ. So as like you said, your mother tongue is Tamil. Yeah. How did you find it? Whether it was very difficult for you to get into Malayalam or? ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് മൊത്തം മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഈ 3 ഭാഷകളും കൂടെ ചേർന്നിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഭാഷ ഞങ്ങൾ ഫോളോ ചെയ്തില്ല. മലയാളത്തിൽ സംസാരിച്ചാലും ലക്ഷ്മിക്ക് മനസ്സിലാവും, ഇംഗ്ലീഷിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒക്കെ ലക്ഷ്മിക്ക് സംസാരിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ മാത്രമല്ല ലക്ഷ്മിക്ക് ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ലക്ഷ്മി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ഡയലോഗ്സും നേരത്തെ തന്നെ പഠിച്ച് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, കാരണം ലക്ഷ്മിക്ക് ഡബ് ചെയ്യാൻ പറ്റാത്തത് കാരണം കറക്റ്റ് അറ്റ്ലീസ്റ്റ് ആ ലിപ്പെങ്കിലും കറക്റ്റായിട്ട് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ മനോഹരമായിട്ട് ലക്ഷ്മി ക്യാരക്ടർ ചെയ്തു. ആൻഡ് ഫസ്റ്റ് ഡേ തന്നെ എനിക്കൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇന്ദ്രൻ ആണ് എനിക്ക് ഇങ്ങനെ റെഫറൻസ് തരുന്നത്. അപ്പോൾ ഞാൻ ലക്ഷ്മിയെ മീറ്റ് ചെയ്തു, സംസാരിച്ചു. ലക്ഷ്മി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചൊരു സമാധാനമായത്. അപ്പം അറ്റ്ലീസ്റ്റ് അഭിനയത്തിനെ കുറിച്ച് നമ്മൾ അഭിനയിച്ചുകൂടെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പലപ്പോഴും ക്യാരക്ടേഴ്സിന് അവരെ ഫ്രീ ആയിട്ടുള്ളൊരു ചുറ്റുപാടിലേക്ക് വിടാറാണ് പതിവ്. അത് ചെയ്യുമ്പോഴത്തേക്ക് ബിക്കോസ് അവരുടേതായ രീതികൾ, അവരുടേതായ ഇൻപുട്സ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ക്യാരക്ടർ ഫോർമേഷനൊക്കെ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സോ അത് സൈനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടേഴ്സ് നന്നായിട്ട് വരാനായിട്ട്. അതുപോലെ തന്നെ എങ്ങനെ ലൈക്ക് പല ഫീൽഡിലും ഇതിനു മുമ്പല്ലേ ഞാൻ ഓൾറെഡി എന്താ പറയാ, അപ്പോൾ എങ്ങനെയാണ് ഒരു മൂവി ഡയറക്ഷനിലേക്ക്? ഞാൻ ഇപ്പോൾ ദുബായിൽ ഞാൻ ഹിറ്റ് 96.7 FM എന്ന് പറയുന്ന ഒരു റേഡിയോ സ്റ്റേഷനിലെ RJ ആണ്. അത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഷോക്കാണ്. അതെ, അത് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് സിനിമ ഒരു പാഷനായിരുന്നു. കുറേ നാളുകളായിട്ട് സിനിമ ഫോളോ ചെയ്യുന്നുണ്ട്. സിനിമയിൽ പക്ഷേ ജോലി കാരണം എനിക്ക് ആരുടെയെങ്കിലും കൂടെ പോയി അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു നിർവാഹമില്ലായിരുന്നു. അപ്പോൾ തനിയെ സിനിമയെപ്പറ്റി പഠിക്കാൻ തുടങ്ങി, തനിയെ പല കാര്യങ്ങളും മനസ്സിലാക്കി. പിന്നെ ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ 2-3 ഷോർട്ട് ഫിലിംസ് കുറേ ഫെസ്റ്റിവൽസിലൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 48 hour ഫിലിം പ്രോജക്റ്റിൽ എൻ്റെ ഷോർട്ട് ഫിലിം വിൻ ചെയ്ത ഷോർട്ട് ഫിലിമാണ് ദുബായിൽ വെച്ച് നടന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കോൺഫിഡൻസ് കൂട്ടി, ലൈക്ക് ശരി ഓക്കെ നമുക്ക് നമ്മുടേതായ ഒരു വിഷനുമായിട്ട് ഇറങ്ങാൻ സാധിക്കും എന്നുള്ളത്. അതാണ് ആദ്യമേ ഒരു എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാൻ പറ്റുമോ? ഡ്രീം കം ട്രൂ തന്നെയാണ് ഡെഫിനറ്റ്ലി. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്വപ്നമാണ്. അത് ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് ആ ഫസ്റ്റ് മൂവിയിലാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു എഫേർട്ട് ഏഞ്ചൽസിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ലൈക്ക് ഇപ്പോൾ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പം ഇത്രയും എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ത്രില്ലർ. കാരണം ത്രില്ലേഴ്സിന് ഒരുപാട് എക്സ്പെക്ടേഷൻസ് എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ആ സസ്പെൻസ് എന്ന് പറയുന്നത് അത് റൈറ്റ് ആയിട്ട് പുട്ടപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയാണ്. പിന്നെ ഇതൊരു കുറ്റാന്വേഷണ സിനിമ എന്നുള്ളൊരു ലേബലിൽ കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇതിനകത്തൂടെ നമ്മളൊരു പറയാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. പിന്നെ പലപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ചെയ്യുമ്പോൾ ഒരു കള്ളനെ പിടിക്കാനായി പോകുക അല്ലെങ്കിൽ ഒരു കുറ്റവാളി പിടിക്കാൻ പോകുന്നൊരു ചേസാണ് എപ്പോഴും. ഇറ്റ്സ് ഓൾവേസ് എ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവും, അതിന് പിന്നിലൊരു അയാൾക്ക് പറയാനൊരു കഥയുണ്ടാവും. അപ്പോൾ ആ കഥയ്ക്കാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൂടുതൽ, ആ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പോൾ ഈ എന്താ പറയുക, ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു റോങ് ആയിട്ടുള്ള ഇതൊരു ക്രൈം ത്രില്ലർ എന്ന് പറയുന്നതിനേക്കാളും ഇതൊരു സോഷ്യൽ ത്രില്ലർ തന്നെയാണ്. അതിൻ്റെ ഒരു കറക്റ്റ് ജോൺറയിൽ പെടുത്താമെങ്കിൽ അത് സോഷ്യൽ ത്രില്ലർ ജോണറിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. പിന്നെ ത്രില്ലർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അതൊരു മൂഡ് സെറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഒരു കഥയിൽ ത്രില്ലിങ് മൊമെൻറ്റ്സ് കൊണ്ടുവരുന്നത് ആ സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, അതൊക്കെയാണ് അതിനൊരു ത്രില്ലറാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എടുത്ത് പറയേണ്ട സിനിമയിലെ മ്യൂസിക് ജെയ്ക്സ് സിനിമയിൽ 3 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പാട്ടുകളെക്കാളും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ജെയ്ക്സിന് അപ്രിസിയേഷൻ കിട്ടാൻ പോകുന്നത് ഈ സിനിമയിൽ RRനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജെയ്ക്സ് അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയുടെ ക്യാമറാമാൻ സുജിത് സാരംഗ്. അപ്പോൾ സുജിയും ഞാനൊക്കെ ഒരേ മനസ്സോടുകൂടി കുറേ നാളുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് വേണ്ടതെന്ന് സുജിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അതും വളരെ കറക്റ്റായി വന്നു. സുജിയുടെ ബ്രദർ ശ്രീജിത്താണ് ഇതിൻ്റെ എഡിറ്റർ. അപ്പം എഡിറ്റർ ആയതുകൊണ്ട് ശ്രീജിയെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം തന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. അതുപോലെ ഇപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ എത്രത്തോളം മ്യൂസിക്കിന് ഈ ഫിലിമിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്? ലൈക്ക് എന്താ പറയുക, പിക്ചറൈസേഷൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ 3 പാട്ടുകളാണ് സിനിമയിലുള്ളത്. അപ്പോൾ 3 പാട്ടുകളും സിറ്റുവേഷണൽ സോങ്സ് ആണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സോങ് ഇന്ദ്രജിത്തിൻ്റെ സോങ്ങാണ്, അതിലാണ് കഥ ആരംഭിക്കുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ ഇൻ്റർവൽ സിറ്റുവേഷനിൽ ഒരു സോങ്ങിലാണ്.
പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സോട് അടുത്ത് മറ്റൊരു സോങ് കൂടെ ഉണ്ട്. അപ്പോൾ 3 സിറ്റുവേഷണൽ സോങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാമറയായിട്ട് വെളിയിലോട്ട് എവിടെ ഓടേണ്ടി വന്നിട്ടില്ല. ആ കഥ നടക്കുന്ന സിറ്റുവേഷനിൽ തന്നെ പാട്ടും പറഞ്ഞു പോവുകയാണ്. സിറ്റുവേഷനിലായതുകൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ ഒരു അതെ, പിന്നെ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. ആൻഡ് യു ഇപ്പോൾ മലയാളത്തിൽ ലൈക്ക് ഇന്ദ്രജിത്തിനെ പോലെ അത്ര ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഹിം? It was a fantastic experience. Like for the first time, I'm acting with an actor, caliber of Mr. Indrajit, and I've always looked up to his acting. He's one of my favorite actors in terms of acting, and he's like the best co-actor anybody can ever have. Because he's extremely supportive, especially for somebody like me who doesn't know the language. Not just him, but the entire team was supportive. He would help you out, and acting is all about throwing energies with your co-actor, and when you're acting with Indrajit, you don't have to put in any effort. You just have to watch him act and your reaction will automatically come. He's just that good, So it is one of the best acting experience I've had so far, with any actor. എപ്പോഴും like ഒരു റൈറ്റ് കെമിസ്ട്രി, right chemistry, and I think any actor, see when you see somebody acting, so you have to react to them. True. So if you look at him, he acts so powerfully that your reaction automatically comes, So he's just a fabulous actor that way. So I'm really blessed to have worked with him. So Right. I'm very happy. Then you also have like other co-actors like Asha Chichi and all. How did you feel like Malayalam movie industry? How they like? Is it different from your previous experience, or how is it? This is the first time I'm acting with stars like Asha Chechi or Mr. Indrajit. So what is very surprising is all of them are so down to earth, such simple people. It was really nice, they do not have that they're a star or anything. So that way it was very easy to move with people. Although in the movie most of my scenes were with Indrajit. I did not get to act with too many other people. But I was just really, surprised by how simple and humble all of them are, So you liked our movie industry, completely, like absolutely liked it. So, and അതുപോലെ തന്നെ ഇതിലെ ലൊക്കേഷൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ലൊക്കേഷൻ ഇത് തിരുവനന്തപുരത്താണ് ഷൂട്ട് മൊത്തം നടന്നത്. പിന്നെ കുറച്ച് പോർഷൻസ് നമ്മൾ ഹൈദരാബാദ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് തന്നെ വെച്ച് നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെയാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എല്ലാം അത് തന്നെയാണ്. ഒരു ഫാദർ വർഗീസ് പുണ്യാളൻ എന്ന് പറയുന്ന ജോയേട്ടൻ്റെ കഥാപാത്രം, അദ്ദേഹം നിൽക്കുന്ന ഒരു ചുറ്റുപാട് എന്ന് പറയുന്ന ഒരു കടപ്പുറം ഏരിയയിലെ പള്ളിയിൽ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. അതുപോലെ തന്നെ ഇവർക്ക് 3 കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. ഹമീം ഹൈദറിനെ സംബന്ധിച്ച് ഒരു ഫോഴ്സിൽ വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു വീഴ്ച വരുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രഗിൾ. അതുപോലെ തന്നെ 3ാമത്തെ കഥാപാത്രം ആശയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ്, ഒരു ചാനൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ 3 വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടാണ് കഥ പറയാനായിട്ട് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഒരു ട്രാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫാസ്റ്റ് മൂവിങ് ഫാമിലി ലൈഫ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 3 പേർക്കും അവരുടേതായ ഈഗോസ് ഉള്ള അവരുടേതായ ഒരു ലൈഫ്, ഒരു കഥ പറയാനുണ്ട് 3 കഥാപാത്രങ്ങൾക്കും. അപ്പോൾ അതൊരു പോയിന്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നതാണ് കഥയുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ കഥ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഈ 3 കഥാപാത്രങ്ങളുടെയും ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പോഴത്തേക്കും 3 കഥാപാത്രങ്ങളും ഒരുമിച്ച് വരാനുണ്ടാകുന്നൊരു സാഹചര്യം. പിന്നീട് ആ 3 പേരും കൂടെ ഒരുമിച്ചുണ്ടാകുന്ന സെക്കൻഡ് ഹാഫാണ് സിനിമയുടെ ബാക്കി കഥ പറയുന്നത്. എന്താണ് ഇപ്പോൾ നെക്സ്റ്റ് പ്ലാൻസ്? നെക്സ്റ്റ് പ്ലാൻസ് തിരിച്ച് ദുബായ് പോകുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്ലാൻ, അടുത്ത പ്ലാൻ. കാരണം ഇപ്പോൾ എൻ്റെ മാനേജ്മെൻറ്റ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഞാൻ വന്ന് സിനിമ ചെയ്തത്. പിന്നെ തിരിച്ച് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. പിന്നെ ഇടയ്ക്ക് വന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു എന്താ പറയുക, നമുക്ക് 2 വള്ളത്തിലൂടെ കാല് ചവിട്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ തിരിച്ചെനിക്ക് ദുബായിലോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് ആഗ്രഹം. What about you? What is your next plans, like next project or anything? I have a couple of movies slated to release in Tamil as well. So I'm waiting for the releases, but I'm really looking forward to doing more Malayalam movies. So hopefully I should get something going. ഏഞ്ചൽസ് അതിനൊരു തുടക്കമായിരിക്കും. എന്താണ് ഫൈനലി നമ്മുടെ ഓഡിയൻസിനോട് പറയാൻ? എല്ലാവരോടും പറയാനുള്ളത്, ഏഞ്ചൽസ് എല്ലാ ഫാമിലിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു